എല്ലാവർക്കും നമസ്കാരം. സ്പിരിറ്റ് ഓഫ് രാമ എന്നുള്ളതിൻ്റെ 17ാമത് എപ്പിസോഡാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. യതീശയുടെ വാൽമീകി രാമായണം അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന ഈ ഒരു ആധ്യാത്മികമായ യാത്രയിൽ രാമായണത്തിൻ്റെ തത്വങ്ങളെയാണ് പര്യവേക്ഷണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാമായണത്തിലെ കഥാപാത്രങ്ങളെയും അതുപോലെ തന്നെ സ്ഥലനാമങ്ങളിലെ തത്വങ്ങളും ഒക്കെയാണ് നമ്മളിവിടെ വിചിന്തനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിവതും ഈ തത്വങ്ങളും രാമായണത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് സൂക്ഷ്മമായ അർത്ഥതലങ്ങളുമൊക്കെ പരമാവധി ജനങ്ങളിലേക്ക് എത്തുമാറാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ആരംഭിക്കാം. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ്മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമ. നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ. ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കഴിഞ്ഞ ദിവസം നമ്മൾ രാവണനും മാരീചനുമായിട്ടുള്ള സംവാദമാണ് അല്ലെങ്കിൽ സംഭാഷണമാണ് കേട്ടത്. അപ്പം മാരീചന് രാവണൻ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരു തരത്തിലും സ്വീകരിക്കുവാനുള്ള മാനസികമായ അവസ്ഥയിലായിരുന്നില്ല. കാരണം താടകാവധ സമയത്ത് തന്നെ മാരീചനെ സുബാഹുവിനെയും വധിക്കുന്ന സമയത്ത് തന്നെ രാമൻ്റെ പരാക്രമം മനസ്സിലാക്കിയ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ രാമൻ്റെ പരമഭക്തനുമായിരുന്നു. ഈ ദുഷ്ടപദ്ധതി കേട്ട് മാരീചൻ അസ്വസ്ഥനാവുകയാണ് ചെയ്തത്. ആരാണ് ഈ പദ്ധതിയെക്കുറിച്ച് താങ്കളോട് പറഞ്ഞത് എന്ന് രാവണനോട് ചോദിക്കുകയാണ്. ഈ ആശയം താങ്കളിൽ കുത്തിവെക്കുന്നവർ തീർച്ചയായും താങ്കളുടെ ശത്രുക്കളായിരിക്കണം. അവർ നിങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ തരത്തിലുള്ളൊരു പദ്ധതി താങ്കൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് മാരീചൻ പറയുകയാണ്. പക്ഷേ താങ്കളുടെ നന്മയ്ക്കായി ഞാൻ എന്തെങ്കിലും പറയുന്ന സമയത്ത് താങ്കൾ ദയവ് ചെയ്ത് അത് ശ്രദ്ധിക്കുക. ഞാൻ യഥാർത്ഥത്തിൽ ശ്രീരാമചന്ദ്രനെ ഭയന്ന് ജീവിക്കുന്നു. രാജകീയ രഥങ്ങളുടെ ശബ്ദങ്ങൾ കേട്ട് എന്നും പരിഭ്രാന്തമായി ഇരിക്കുകയാണ് ഞാൻ. താങ്കൾ സന്തോഷത്തോടെ താങ്കളുടെ രാജ്യം ഭരിക്കുന്നത് തുടരുക. ശ്രീരാമനെതിരെ മണ്ടത്തരമായ പദ്ധതികളിലൊന്നും ഏർപ്പെടാതിരിക്കുക. ശ്രീരാമൻ കാട്ടിൽ താമസിച്ചതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്ന് എനിക്ക് നന്നായി അറിയാം. രാമൻ അല്ലെങ്കിൽ ശ്രീരാമൻ മനുഷ്യനല്ലെന്ന് ദയവായി അങ്ങ് അറിയുക. ധർമ്മം പുനഃസ്ഥാപിക്കാൻ ഭൂമിയിൽ അവതരിച്ച ഭഗവാൻ നാരായണനാണ് അദ്ദേഹം.
താങ്കളെ വധിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ദൗത്യം. എന്നാൽ താങ്കൾ അദ്ദേഹത്തിൻ്റെ ഭക്തനായാൽ അദ്ദേഹം നിങ്ങളെ സംരക്ഷിക്കും. താങ്കൾക്ക് രാക്ഷസ രാജാവായി ശിഷ്ടകാലം ജീവിതം രാജാവായി തന്നെ തുടരാം. ശ്രീരാമനെ സേവിച്ച് അങ്ങ് സന്തോഷമായി ജീവിക്കാൻ ശ്രമിക്കുക. ഈ സമയം രാവണൻ ഇത്തരം ഉന്നതമായ ആശയങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളല്ല. കാരണം സ്വതസിദ്ധയാൽ തന്നെ ആസുരീകതയാൽ നടക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം വളരെ യുക്തിസഹമായ മറുപടി പറഞ്ഞു. ശ്രീനാരായണ ഭഗവാൻ ശ്രീരാമനായി ഭൂമിയിൽ വന്ന് എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദിവ്യ ഉദ്ദേശങ്ങൾ മാറ്റാൻ ഞാൻ ആരാണ്? അത് മാറ്റാൻ താങ്കൾ ഒരു വിവരമില്ലാത്ത വിഡ്ഢിയായിരിക്കണം. ഞാൻ എൻ്റെ പദ്ധതികളിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ല. സീതയെ തട്ടിക്കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചു. താങ്കളുടെ രൂപം ഉടൻ തന്നെ ഒരു സ്വർണ്ണമാനാക്കി മാറ്റുക. ഞാൻ താങ്കളോട് പറഞ്ഞതുപോലെ ചെയ്യുക. താങ്കൾ എന്നെ അനുസരിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ വാൾ ഇവിടെ തന്നെ ഉപയോഗിക്കേണ്ടി വരും എന്ന് കർശനമായി പറയുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാവണൻ നമ്മളോട് പറയാൻ, അല്ലെങ്കിൽ രാവണൻ എന്ന കഥാപാത്രത്തിലൂടെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്, രാവണൻ ഇവിടെ യുക്തിസഹമാണ് അല്ലെങ്കിൽ യുക്തിസഹമായി ഉത്തരം പറഞ്ഞു എന്ന് പറയുന്ന സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വിധി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലും തന്ത്രം വളരെ കൃത്യമായി, അല്ലെങ്കിൽ തന്ത്രശാസ്ത്രം വളരെ കൃത്യമായി പറയുന്നു, ഒരു സാധകന് യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്, അവൻ്റെ വിധിയെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. അത് അവൻ്റെ സാധനയും ഉപാസനയുടെയും ശക്തിയുടെ ഫലം കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ശ്രീരാമൻ വന്നത് രാവണനെ വധിക്കാനാണ് എന്നത് തീർച്ചയാണ്. പക്ഷേ രാവണൻ തന്ത്രശാസ്ത്ര പ്രകാരമാണെങ്കിൽ രാവണൻ ആ വിധി മാറ്റിമറിക്കാം. എങ്ങനെ? ഉപാസനാബലം കൊണ്ട്. അതെങ്ങനെയാണ്? ശ്രീരാമനോട് പോരാടിയിട്ടല്ല. കാരണം ശ്രീരാമൻ സാക്ഷാൽ ആത്മചൈതന്യവും രാവണൻ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആസുരീകമായ ചോദനകളുമാണ്. അതുകൊണ്ട് തന്നെ ആ ചോദനകൾ, അല്ലെങ്കിൽ ആ ചോദനകളെ ആത്മാവിന്, ജീവാത്മാവിന് സമ്പൂർണ്ണമായി അടിയറവ് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ജീവാത്മാവിനെ സേവിക്കുക. ജീവാത്മാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് വാസനകളായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇവിടെ രാവണൻ ആസുരികതയുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ തീരുമാനം മാറ്റുന്നില്ല, അദ്ദേഹം വന്ന തീരുമാനം നടപ്പിലാക്കട്ടെ, അതായത് ഞാൻ മരിക്കാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. ഇത് കേട്ട് മാരീചൻ രാവണനെ അനുസരിക്കാൻ തീരുമാനിക്കുകയാണ്. കാരണം ഈ ദുഷ്ടനെ ഞാൻ അനുസരിച്ചില്ലെങ്കിൽ ഈ ദുഷ്ടൻ എന്നെ കൊല്ലും. അദ്ദേഹത്തിൻ്റെ ആജ്ഞ പാലിച്ചുകൊണ്ട് എനിക്ക് വീണ്ടും ശ്രീരാമനെ കാണാൻ കഴിഞ്ഞേക്കും. കാരണം ഞാൻ മാനായി ഇനി പോയാൽ എനിക്ക് വീണ്ടും ശ്രീരാമനെ കാണാമല്ലോ. അദ്ദേഹം എന്നെ കൊന്നാലും അദ്ദേഹത്തിൽ നിന്ന് മോക്ഷം ലഭിക്കുന്നത് എൻ്റെ ഭാഗ്യമായിരിക്കും. രാവണനാൽ ഞാൻ കൊല്ലപ്പെട്ടാൽ അത് എന്നെ നരകത്തിലേക്ക് നയിക്കും. അങ്ങനെ രാവണൻ തന്നോട് ആവശ്യപ്പെട്ടത് ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഉടൻ തന്നെ മാരീചൻ സ്വയം ഒരു സ്വർണ്ണമാനായി മാറി. ആ രൂപം കണ്ടാൽ ആരും അതിനെ ലാളിക്കാൻ ഇഷ്ടപ്പെടും. സീതയെ ഉടൻ കണ്ടുമുട്ടുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് രാവണൻ വളരെ ആവേശഭരിതനായി ഇരിക്കുകയാണ്. ആ മാനിൻ്റെ സ്വർണ്ണ നിറം പൂണ്ട അതിൻ്റെ ആ ചർമ്മം, അതിൽ വെള്ളിപ്പൊട്ടുകൾ പോലെയാണ് അതിൻ്റെ കലകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവ സൂര്യപ്രകാശത്തിൽ തിളങ്ങി. അതിൻ്റെ കണ്ണുകൾ നീലവജ്രങ്ങൾ പോലെയായിരുന്നു. അകത്ത് തിളങ്ങുന്ന ഒരു പ്രകാശം അവയ്ക്കുണ്ടായിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചഞ്ചലമായി ഓടിക്കൊണ്ടേയിരുന്നു. കാഴ്ചക്കാരെ അത് ഭ്രമിപ്പിച്ചുകൊണ്ട്, കളിയാടിക്കൊണ്ട്, അത് ചില സമയത്ത് സ്നേഹത്തോടെ നമ്മളെ നോക്കി, ചില സമയത്ത് അതിൻ്റെ അടുത്തേക്ക് എത്തിയാൽ അത് ഓടിപ്പോകും. ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് അടുത്ത കുറ്റിക്കാട്ടിലേക്ക് അതിങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ്. പച്ചപ്പുല്ലുകളും ഇലകളും കടിച്ചു കീറി അത് ശ്രീരാമൻ്റെ ആശ്രമത്തിന് സമീപം എത്തുകയാണ്. സീത അത് കണ്ട് തൽക്ഷണം ഭംഗിയുള്ള ആ മാനുമായി പ്രണയത്തിലാവുകയാണ്. അങ്ങനെ രാവണൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് ശ്രീരാമൻ അറിയുകയും സീതാദേവിയെ വിളിച്ച് രാവണൻ്റെ വരവിനെക്കുറിച്ച് പറയുന്നുമുണ്ട് അദ്ദേഹം. അവൻ നിങ്ങളെ അന്വേഷിച്ചൊരു ഭിക്ഷുവിൻ്റെ വേഷത്തിൽ ചിലപ്പോൾ പ്രത്യക്ഷപ്പെടാം. ഭിക്ഷ തേടുന്ന ഒരു മുനിയായി നിങ്ങൾക്ക് യോഗാഗ്നിയിൽ ചിലപ്പോൾ ലയിച്ചിരിക്കാം. മായാസീതയെ പോലെ താങ്കളുടെ പകർപ്പ് മാത്രമേ ആശ്രമത്തിൽ തുടരാവൂ. ധർമ്മം സംരക്ഷിക്കാൻ ഞാൻ രാവണനെ കൊല്ലുന്നത് വരെ 1 വർഷം
നിങ്ങൾ അഗ്നിയിൽ തന്നെ തുടരേണ്ടതുണ്ട്. മഹാവിഷ്ണുവിൻ്റെ ഭാര്യയായ ആ ലക്ഷ്മി തന്നെയാണ് സീതയ്ക്ക് ആ ദിവ്യഹിതം അറിയാമായിരുന്നു. അവൾ അഗ്നിയിൽ അപ്രത്യക്ഷയായിരുന്നു. മായാ സീതയെ ആശ്രമത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട് അവൾ ആ അഗ്നിയിലേക്ക് അപ്രത്യക്ഷയാവുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ അവരൊക്കെ വന്നത് ഒരു ജന്മ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ മായാ സീതയെയാണ് യഥാർത്ഥത്തിൽ ആശ്രമത്തിൽ ഉപേക്ഷിച്ചത് എന്ന ഒരു കാര്യം കൂടെ നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ആസുരീകതയ്ക്ക് എങ്ങനെയാണ് ഈശ്വരീയമായ ഈ ചൈതന്യങ്ങളൊക്കെ ഭ്രമിപ്പിക്കാൻ പറ്റുക എന്നുള്ളത്. കാരണം ഇവിടെ കഥാതന്തുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യം അതിന് പല രൂപത്തിൽ, പല വേഷത്തിൽ, പല വിധത്തിൽ, പല സ്ഥലത്ത്, കാലദേശങ്ങൾക്ക് അതീതമാണ് യഥാർത്ഥത്തിൽ ഈശ്വരീയമായ എല്ലാ സങ്കല്പങ്ങളും. അതുകൊണ്ട് തന്നെ മനുഷ്യനായ നമ്മുടെ പ്രജ്ഞയ്ക്കാണ് കാലദേശം. കാരണം എനിക്കും നിങ്ങൾക്കും ഒരു സമയത്ത് ഒരേ കാര്യമേ ചിന്തിക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഈശ്വരൻ അല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒരു സമയത്ത് ഒരു സ്ഥലത്തെ പ്രത്യക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. എങ്കിൽ ഈശ്വരീയമായ തത്വങ്ങൾക്ക് ഒരേ സമയം ഒരേ സ്ഥലത്ത് പല വിധത്തിൽ, അല്ലെങ്കിൽ ഒരേ സമയം പല സ്ഥലത്തിൽ ഒരേ വിധത്തിൽ ഒക്കെ പ്രത്യക്ഷപ്പെടാൻ സാധിക്കുന്നത് അവർ ടൈം ആൻഡ് സ്പേസ് ലിമിറ്റേഷൻസിന് അതീതരായതുകൊണ്ടാണ്. ഞാനും നിങ്ങളും ടൈം ആൻഡ് സ്പേസിന് അതീതമല്ല. അതിൻ്റെ അകത്ത് വസിക്കുന്ന, അതിൻ്റെ പ്രഭാവത്തിൽ വസിക്കുന്ന അസ്തിത്വങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രകൃതി എന്ന് പറയുന്നത് ടൈം ആൻഡ് സ്പേസ് ഡയമെൻഷൻ്റെ അകത്താണ് എന്ന് നമ്മൾ പറയുന്നത്. പ്രകൃതിക്ക് അതീതമാകുമ്പോഴാണ് നമ്മൾ ടൈം ആൻഡ് സ്പേസ് ഡയമെൻഷനിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്നത്. ഇനി നമ്മൾ കഥാതന്തുവിലേക്ക് പ്രവേശിക്കും, അല്ലെങ്കിൽ കഥാപശ്ചാത്തലത്തിലൂടെ പോകുന്ന സമയത്ത് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് മാരീചനെ വധിക്കുന്നതാണ്. അങ്ങനെ മായാസീതയും ശ്രീരാമനും സ്വർണ്ണമാനിനെ കണ്ട് അതിൻ്റെ കളിയാട്ടം ആസ്വദിച്ച് സീത തൻ്റെ പതിയോട് പറയുകയാണ്, ഓ പ്രിയനെ, അതിമനോഹരമായ മാൻ, അതിനെ കണ്ടില്ലേ? അതിൻ്റെ സ്വർണ്ണ ചർമ്മങ്ങളും രത്നങ്ങൾ പോലുള്ള അതിൻ്റെ കലകളും അതിനെ വളരെ സവിശേഷമാക്കുന്നു. അത് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അത് ഭയമില്ലാത്തതും മെരുക്കമുള്ളതുമായി പെരുമാറുന്നു. ഞാൻ അതിനൊപ്പം കളിച്ച് എൻ്റെ വളർത്തുമൃഗമായി അതിനെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ദയവായി അങ്ങ് അതിനെ എൻ്റെ അടുക്കലേക്ക് പിടിച്ചു കൊണ്ടുവരിക. ആശ്രമത്തിൽ അതിനെ നമുക്ക് വളർത്താം. ദയവായി അങ്ങ് പോയി എനിക്ക് ആ സ്വർണ്ണമാനിനെ കൊണ്ടു തരിക എന്ന് സീത ശ്രീരാമനോട് പറയുകയാണ്. അവളുടെ അഭ്യർത്ഥന കേട്ട ശ്രീരാമൻ ലക്ഷ്മണനോട് ആശ്രമം പരിപാലിക്കാനും സീതയെ സംരക്ഷിക്കാനും പറഞ്ഞ് അദ്ദേഹം പറയുകയാണ്, സീത ഭയപ്പെടാൻ ഒരു കാരണവുമില്ലെന്ന് ഉറപ്പാക്കുക. താങ്കൾക്കറിയാവുന്നതുപോലെ വനം നിറയെ രാക്ഷസന്മാരാണ്. അവർക്ക് വേഷം മാറി ആരെയും കബളിപ്പിക്കാൻ സാധിക്കും. രാമൻ തൻ്റെ വില്ലും അമ്പുകളും എടുത്ത് ആശ്രമം വിട്ട് മാനിൻ്റെ പിന്നാലെ അതിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ശ്രീരാമനിൽ നിന്ന് അല്പം അകലെ ഓടി 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 പിടിക്കുന്നത് വരെ കാത്തിരിക്കും. വീണ്ടും അടുത്തെത്തും, വീണ്ടും ഓടും. അങ്ങനെ ശ്രീരാമനെയും ഭ്രമിപ്പിച്ചുകൊണ്ട് അത് ശ്രീരാമനെ വിദൂരതയിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആ മാൻ ശ്രീരാമനെ ദൂരെയുള്ള ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നു. രാമന് അങ്ങനെ ഓടി ഓടി അതിൻ്റെ പിന്നാലെ ഓടി ഓടി മടുത്തു. അങ്ങനെ ശ്രീരാമൻ അതിന് നേരെ ഒരു അമ്പ് ചെയ്തു. ആ അമ്പവനെ ശക്തമായ പ്രഹരം ഏൽപ്പിച്ചു. മാരീചൻ ശ്രീരാമൻ്റെ തൻ്റെ ശബ്ദത്തിൽ യഥാർത്ഥത്തിൽ ഉറക്കെ കരയുകയാണ്. ആ ശബ്ദം പക്ഷേ മാരീചൻ ശ്രീരാമൻ്റെ ശബ്ദമായിട്ട് ആണ് പുറത്തേക്ക് അതായത് ഒരു മായാപ്രഭാവം കൊണ്ട് യഥാർത്ഥത്തിൽ ആ നിലവിളി ശബ്ദം ശ്രീരാമൻ്റെ ശബ്ദത്തോടെയാണ് ചെയ്യുന്നത്. കാരണം ഇത് രാവണൻ്റെ പദ്ധതി അനുസരിച്ചിട്ടാണ്. അങ്ങനെ ആ മാന് നിലവിളിക്കുകയാണ്, ഹാ ഹാ ലക്ഷ്മണ, എൻ്റെ സഹോദര, ഹാ ഹാ, എൻ്റെ വിധിയെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? എന്നെ ഒന്ന് രക്ഷിക്കൂ, ഞാൻ ഒരു അപകടത്തിൽ പെട്ടിരിക്കുകയാണെന്ന് ശ്രീരാമൻ്റെ ശബ്ദത്തിലാണ് മാരീചൻ നിലവിളിക്കുന്നത്. അപ്പോൾ ശ്രീരാമൻ്റെ ശബ്ദത്തിലുള്ള ഈ നിലവിളി സീത തൽക്ഷണം കേൾക്കുകയും ലക്ഷ്മണനോടായി പറയുകയും ചെയ്യുന്നു. കാരണം സീത പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഏത് നിമിഷവും മാനുമായി വരുന്ന ശ്രീരാമന്. സഹായത്തിനായുള്ള താങ്കളുടെ സഹോദരൻ്റെ നിലവിളി താങ്കൾ കേൾക്കുന്നില്ലേ? ഓടിച്ചെന്ന് അദ്ദേഹത്തെ സഹായിക്കൂ. ചില രാക്ഷസന്മാരുടെ കൈകളിൽ അവൻ വേദന അനുഭവിക്കുന്നതായി എനിക്ക് തോന്നുന്നു. അവർ അവനെ കൊല്ലുന്നതിന് മുൻപായി താങ്കൾ ദയവായി പോകൂ. ഇത് കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ ലക്ഷ്മണൻ നിശ്ചലനായി തന്നെ നിൽക്കുകയാണ്. അവൻ പറയുകയാണ് മറുപടി, ദേവി അങ്ങ് വിഷമിക്കേണ്ട, നമ്മളെ വഴിതെറ്റിക്കാൻ രാക്ഷസൻ നടത്തിയ ഒരു തന്ത്രം മാത്രമാണിത്. ആ മാൻ മറ്റാരുമല്ല, ശരീരഘടന മാറ്റുന്നതിൽ സമർത്ഥനായ ഒരു രാക്ഷസനാണ് മാരീചൻ.
ശ്രീരാമൻ്റെ ശബ്ദത്തിൽ നിലവിളിച്ചത് അവനാണ്. അങ്ങയെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകണമെന്ന് അവരാഗ്രഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ പേര് ഉപയോഗിച്ച് നിലവിളിയുള്ളത്. അങ്ങ് ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് അങ്ങയെ കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നു. എല്ലാം രാവണൻ ആസൂത്രണം ചെയ്ത നാടകമാണ്. ശ്രീരാമൻ അജയ്യനാണെന്ന് താങ്കൾക്ക് അറിയില്ലേ? എൻ്റെ സഹോദരൻ ഒരു ക്ഷത്രിയ യോദ്ധാവായതിൽ ഇത്രയും ചെറിയ വേദനകളിലൊന്നും അദ്ദേഹം കരയുകയില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവന് അക്രമം നേരിടേണ്ട ഘട്ടത്തിൽ അവൻ കോപാകുലനായാൽ ലോകം മുഴുവനും കുഴപ്പത്തിലാകും. അത്തരമൊരു മഹാനായ വ്യക്തി ഇങ്ങനെ നിലവിളിക്കില്ല. ഈ മറുപടി കേട്ട് രാമനോടുള്ള സ്നേഹം കൊണ്ട് സീത അന്ധയായി ഇരിക്കുന്ന സമയം ലക്ഷ്മണനോട് കയർക്കുവാൻ തുടങ്ങി, അധിക്ഷേപം നടത്തുവാൻ തുടങ്ങി. നീയും രാക്ഷസ വംശത്തിൽ പെട്ടവനാണെന്ന് തോന്നുന്നു. നിന്റെ സഹോദരൻ മരിക്കുന്നത് കാണാൻ നീ ആഗ്രഹിക്കുകയാണോ ലക്ഷ്മണ? ഭരതൻ നിന്നെ രാമനെ സഹായിക്കാൻ വേണ്ടി അയച്ചതല്ലേ? എന്നാൽ നിന്റെ ഉദ്ദേശം മുഴുവനും അവനെ നശിപ്പിക്കുക എന്നതായിരുന്നോ? ശ്രീരാമൻ പോയി കഴിഞ്ഞാൽ എന്നെ സ്വന്തമാക്കാൻ നീ തന്ത്രം മെനയുകയായിരുന്നുവോ? പക്ഷേ ശ്രീരാമൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. എൻ്റെ രാമൻ, അതായത് താങ്കളുടെ സഹോദരൻ, ആ സഹോദരൻ്റെ അനുജൻ, ആ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ മോഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായി ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ശ്രീരാമനെ അല്ലാതെ മറ്റാരെയും ഞാൻ സ്പർശിക്കുക പോലും ചെയ്യില്ല. നിന്റെ ക്രൂരമായ പദ്ധതികളൊന്നും ഇവിടെ പ്രയോജനപ്പെടില്ല. അതുകൊണ്ട് താങ്കൾ പോയി ശ്രീരാമനെ രക്ഷിക്കൂ. ഈ ക്രൂരമായ ആരോപണം കേട്ട് ലക്ഷ്മണൻ തൻ്റെ 2 കൈകളും കൊണ്ട് ചെവികൾ പൊത്തുകയാണ്. കാരണം ഇത്രയും വലിയ ഘോരമായ കാര്യങ്ങൾ ചെവിയിൽ കേൾക്കാൻ പോലും അദ്ദേഹത്തിന് ആഗ്രഹമില്ല. അങ്ങനെ കൈകൾ കൊണ്ട് ചെവി അടച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, താങ്കളുടെ അവസാനം അടുത്തിരിക്കുന്നതായി തോന്നുന്നു. നിർഭാഗ്യവശാൽ എനിക്കത് തടയുവാൻ സാധിക്കില്ല. സീതാദേവിക്ക് ഒട്ടും ചേരാത്ത ഈ താഴ്ന്ന നിലവാരത്തിലുള്ള അധിക്ഷേപം താങ്കൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു? സ്ത്രീകൾ പൊതുവെ ക്രൂരരാണ്, അവർ ഹൃദയശൂന്യരാണ് എന്നൊക്കെ പറയുമ്പോഴും അങ്ങയുടെ പൂർണ്ണത, അങ്ങയിൽ വിളങ്ങുന്ന ആ സ്ത്രീത്വം എങ്ങനെ താങ്കളെ കൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ പറയുവാൻ അനുവദിക്കുന്നു? ഹേ വനദേവതകളെ, ദയവായി സീതയ്ക്ക് സംരക്ഷണം നൽകുക. ഞാൻ പോയി ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവരാം. അങ്ങനെ ശ്രീരാമനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മണൻ അവിടെ നിന്ന് സീതയെ തനിച്ചാക്കി പോവുകയാണ്. അപ്പോൾ പിന്നീടാണ് നമ്മൾ രാമായണത്തിൽ ആ സീതയുടെ തട്ടിക്കൊണ്ടുപോകൽ, അല്ലേ, ഈ രാമായണത്തിൻ്റെ പ്രധാന ഭാഗം നമ്മൾ കാണുന്നത്. അങ്ങനെ ലക്ഷ്മണൻ ആശ്രമം വിട്ട് പോയതിന് നിമിഷങ്ങൾക്കുള്ളിൽ രാവണൻ തൻ്റെ വിമാനമായ പുഷ്പക വിമാനത്തിൽ ആശ്രമത്തിൽ അതിൻ്റെ പരിസരത്ത് വന്ന് പ്രത്യക്ഷപ്പെടുകയും അവൻ ജടമുടി ധരിച്ച് ഒരു മഹർഷിയെ പോലെ, ഒരു മുനിയെ പോലെ വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ രൂപം മാറി ആശ്രമവാതിൽക്കൽ എത്തുകയാണ്. ഋഷിയെ കണ്ട മാത്രയിൽ സീത അദ്ദേഹത്തിന് കുറച്ച് പഴങ്ങളും പൂക്കളും ഒക്കെ സമർപ്പിച്ച് സ്വാഗത വാക്കുകൾ ഒക്കെ പറയുകയാണ്. ദയവായി അങ്ങ് ഈ പഴങ്ങളും വേരുകളും ഒക്കെ ആസ്വദിച്ച് കുറച്ച് നേരം വിശ്രമിക്കൂ. എൻ്റെ ഭർത്താവ് തൻ്റെ ജോലിക്കായി കാട്ടിൽ പോയിരിക്കുകയാണ്. ജോലി പൂർത്തിയാക്കി താമസിയാതെ മടങ്ങി വരും. അപ്പോൾ ഒരു ഗൃഹസ്ഥൻ്റെ അതിഥിയോടുള്ള ആദരപൂർവകമായ പെരുമാറ്റത്തോടെ അല്ലെങ്കിൽ ആ ചടങ്ങുകളോടെ അവൻ താങ്കളെ സ്വാഗതം ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് താങ്കളെ സ്വാഗതം ചെയ്യും. ഇപ്പോൾ താങ്കളുടെ വിശപ്പും ദാഹവും ശമിപ്പിക്കാൻ ദയവായി ഞാനിപ്പോൾ തന്ന ഈ പദാർത്ഥങ്ങൾ അങ്ങ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഒക്കെ ചെയ്യുക. ഇത് കേട്ട് മുനിരൂപത്തിലുള്ള രാവണൻ അവളോട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട കുലാംഗനയായ സ്ത്രീ, നീ ആരാണെന്നും നിന്റെ ഭർത്താവ് ആരാണെന്നും ദയവായി എന്നോട് പറയൂ. ക്രൂരരായ രാക്ഷസന്മാരും വന്യമൃഗങ്ങളും നിങ്ങളെപ്പോലെ ഒരു സുന്ദരിയായ സ്ത്രീക്ക് എപ്പോഴും ഭീഷണിയായിരിക്കുന്ന ഈ
ഘോരവനത്തിൽ താങ്കൾ എങ്ങനെയാണ് താമസിക്കുന്നത്? താങ്കൾക്കിവിടെ ഒരു സുരക്ഷയും ഇല്ലെന്ന് തോന്നുന്നു. നിങ്ങളെ സംരക്ഷിക്കാൻ ഒരു ആയുധം പോലും ഇവിടെ പരിസരങ്ങളിൽ കാണാനുമില്ല. താങ്കളുടെ വിശദാംശങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യവും താങ്കളോട് പറയാം. അങ്ങനെ കാട്ടിൽ എങ്ങനെയാണ് അവർ എത്തിച്ചേർന്നത് എന്ന് സീതാദേവി രാവണനോട് പറയുകയാണ്. കിരീടധാരണം തടസ്സപ്പെട്ട സംഭവം മുതൽ അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ കേട്ടുകൊണ്ട് രാവണൻ യഥാർത്ഥത്തിൽ അവളുടെ അപഹരണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുകയാണ്. കാരണം ഈ യഥാർത്ഥത്തിൽ സീതയെ അപഹരിക്കണമെങ്കിൽ രാമൻ ഇപ്പോൾ അടുത്ത മാരീജൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഞൊടിയിടയിൽ അവിടെ നിന്ന് താൻ വന്ന കാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അവിടെ ഇത്രയും കേട്ട് മനസ്സിലാക്കി ശാന്തയായി നിൽക്കുന്ന സീതയെ അദ്ദേഹം ഭ്രമിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന രീതിയിൽ മറുപടി പറഞ്ഞു തുടങ്ങുകയാണ്. ഹേ സുന്ദരി, നീ പഞ്ചബാണത്തിൻ്റെ ഒരു അവതാരമാണ്. പ്രണയത്തിൻ്റെ ദേവനായ കാമദേവൻ്റെ ഉടമസ്ഥതയിലുള്ള ആ 5 ശരങ്ങൾ, പഞ്ചസായകങ്ങൾ. ഞാൻ യഥാർത്ഥത്തിൽ ഒരു ഋഷിയല്ല. ഞാൻ ചക്രവർത്തി രാവണനാണ്. 3 ലോകങ്ങളിലും എന്നെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ താങ്കളുടെ സഹവാസത്തിനായി കൊതിക്കുന്നു. ഞാൻ നിങ്ങൾക്കായി വളരെയധികം ആഗ്രഹിക്കുന്നു. ദയവായി എൻ്റെ കൂടെ വരൂ. എൻ്റെ രാജ്യം ലങ്ക ഭൂമിയിൽ ഏത് സ്ഥലത്തേക്കാളും ആകർഷകവും സമൃദ്ധിയും സമ്പന്നതയുമുള്ള രാജ്യം. ഇന്ദ്രൻ്റെ കൊട്ടാരമായ അമരാവതി പോലും ലങ്കയ്ക്ക് കീഴിലാണ്. രാമനെ താങ്കളുടെ ഭർത്താവായി ലഭിച്ചിട്ട് എന്ത് പ്രയോജനം? അവൻ ജടാധാരിയായി വനത്തിൽ ഭിക്ഷാന്തേഹിയായി നടക്കുന്നു. താങ്കൾ ഇങ്ങനെ കാട്ടിൽ താമസിക്കരുത്. താങ്കൾ ഒരു വലിയ രാജാവിൻ്റെ പുത്രിയാണ്. കൊട്ടാരത്തിൽ നിന്നുള്ള ആളാണ്. അതിനാൽ ഞാൻ എൻ്റെ രാജകൊട്ടാരം താങ്കൾക്കായി വാഗ്ദാനം ചെയ്യുന്നു. എന്നോടൊപ്പം ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും ആസ്വദിക്കൂ. ഇത് കേട്ട മാത്രയിൽ സീതയുടെ മുഖം വളരെ സങ്കടവും അതോടൊപ്പം തന്നെ ക്രോധവും ഒരുമിച്ച് തന്നെ നിഴലിക്കാൻ തുടങ്ങി. നിന്റെ മരണം അടുത്തിരിക്കുന്നു, നിർഭാഗ്യവാൻ. എൻ്റെ ശ്രീരാമൻ തൻ്റെ സഹോദരനോടൊപ്പം ഇവിടെ എത്തുമ്പോൾ നിന്റെ അന്ത്യം ഉറപ്പാണ്. നിന്റെ ഉദ്ദേശം വളരെ ദയനീയമാണ്. ഒരു മുയൽ ഒരു രാജകീയ സിംഹത്തിൻ്റെ ഭാര്യയെ തൊടുന്നത് സ്വപ്നം കാണുമോ? ദയവായി ഒരു രാജകീയ സ്ത്രീയോട് ഒരു അസഭ്യവാക്ക് പറയരുത് ജീവിതത്തിൽ ഒരിക്കലും. ഈ അശ്രദ്ധ മാത്രം മതി ശ്രീരാമന് തൻ്റെ അമ്പുകളാൽ നിന്റെ നെഞ്ചു പിളർക്കാൻ. സീത കർശനമായ സ്വരത്തിൽ ഇത്രയും പറഞ്ഞ സമയത്ത് രാവണൻ തൻ്റെ ഭയാനകമായ രൂപം അവിടെ പ്രദർശിപ്പിക്കുകയാണ്. അത് കണ്ട് കാട് മുഴുവനും വിറയ്ക്കുകയാണ്. താമസിയാതെ രാവണൻ സീതയെ ബലമായി പിടിച്ച് തൻ്റെ വിമാനത്തിലേക്ക്, ആ വായുരഥത്തിലേക്ക് എറിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവളെയും കൂട്ടി അവൻ ആകാശത്തിലൂടെ കുതിക്കുന്നു. സീത സഹായത്തിനായി ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ഹാ രാമ, എൻ്റെ പ്രിയപ്പെട്ട പതി അല്ലെങ്കിൽ ഭർത്താവേ, എൻ്റെ പ്രിയപ്പെട്ട കരുണാമയനായ അനുജ ലക്ഷ്മണ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് സീത ഉറക്കെ നിലവിളിക്കുകയാണ്. പിന്നീട് രാമായണത്തിൽ നമ്മൾ കാണുന്നത് രാവണനും ജടായുവും തമ്മിലുള്ള പോരാട്ടമാണ്. അവിടെ വനത്തിൽ വിശ്രമിക്കുകയായിരുന്ന നമ്മൾ നേരത്തെ ശ്രീരാമൻ കണ്ട ആ വൃദ്ധനായ കഴുകനായ ജടായു സീതയുടെ നിലവിളി കേൾക്കുകയാണ്. രാവണൻ തൻ്റെ വിമാനത്തിൽ പറന്ന് ശ്രീരാമൻ്റെ ഭാര്യയായ സീതാദേവിയെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് ജടായു ശ്രദ്ധിക്കുകയാണ്. അവൻ എഴുന്നേറ്റു വായുരഥത്തെ പിടിക്കാൻ പറന്നു. അദ്ദേഹം പറയണേ, വിഡ്ഢി, എൻ്റെ നാഥൻ എൻ്റെ ഭാര്യയുമായി നീ എവിടേക്കാണ് പോകുന്നത്?
ഒരു യാഗവേദിയിൽ നിന്ന് പവിത്രമായ യാഗാവശിഷ്ടങ്ങൾ മോഷ്ടിക്കുന്ന നായയെ പോലെയാണല്ലോ ഇത്. ആ ജടായു രാവണനെ ആക്രമിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭീമാകാരമായ ചിറകുകൾ തന്നെ വളരെ വന്യതയുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ ആക്രമണം വളരെ വന്യമായിരുന്നു. പർവ്വതങ്ങൾ വിറയ്ക്കാൻ തുടങ്ങി. അവൻ്റെ കൊക്കും കൂർത്ത നഖങ്ങളും ഉപയോഗിച്ചുള്ള ആക്രമണം രാവണനും സഹിക്കാൻ കഴിഞ്ഞില്ല. രാവണൻ്റെ മുഖത്ത് അവൻ്റെ നഖങ്ങൾ കൊണ്ട് മുറിവേറ്റിരുന്നു. മുറിവുകളിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി. ജടായു തൻ്റെ കൊക്ക് കൊണ്ട് രഥത്തിൻ്റെ പല ഭാഗങ്ങളും തകർക്കാൻ തുടങ്ങിയിരുന്നു. ആ രഥം ഓടിക്കുന്ന കുതിരകളെ ഇല്ലാതാക്കാനുള്ള ശ്രമം വന്യമായി തുടരുന്നു. അങ്ങനെ രാവണൻ ഭൂമിയിലേക്ക് പതിക്കേണ്ടി വന്നു. ശക്തനായ ജടായു ഇടിച്ചതിനാൽ രഥം ഉപയോഗശൂന്യമാകുന്നു. അങ്ങനെ ഉടനെ തന്നെ രാവണൻ തൻ്റെ പ്രത്യേക ആയുധമായ ചന്ദ്രഹാസം പുറത്തെടുത്ത് ജടായുവിൻ്റെ ചിറകുകൾ വെട്ടി ദൂരെ എറിയുകയാണ്. ജടായുവിന് ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കുവാനേ സാധിച്ചില്ല. രാവണൻ മറ്റൊരു വായുരഥത്തെ വിളിച്ചു വരുത്തി സീതയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് തെക്കോട്ടേക്ക് കുതിക്കുകയാണ്. തന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് കരുതി സീത ദുഃഖിതയായി നിശബ്ദയായി കരഞ്ഞു. രഥം നിലത്ത് നിന്ന് ഉയർന്നപ്പോൾ ശ്രീരാമനെ കണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നത് വരെ ജടായുവിന് മരണം സംഭവിക്കില്ല എന്ന അനുഗ്രഹം ജടായുവിന് സീത നൽകുകയാണ്. അപ്പം ഇവിടെ വളരെ രസകരമായി തോന്നുന്നു. കാരണം ഇതൊക്കെ എഴുതിയ നൂറ്റാണ്ടുകളിൽ അല്ലെങ്കിൽ അത്രയും പൂർവികമായ പ്രാചീനമായ കാലഘട്ടത്തിൽ പോലും വിമാനം എന്ന കൺസെപ്റ്റും ആ വിമാനത്തെ പക്ഷികൾ ഇടിച്ചാൽ ആ വിമാനത്തിനുണ്ടാകുന്ന അപകടവും വളരെ കൃത്യമായി രാമായണത്തിലെ കഥാവിവരണങ്ങളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇന്ന് ആധുനിക കാലഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാന തത്വമാണ് വിമാനങ്ങളുടെ ടേക്ക് ഓഫിൻ്റെ സമയത്ത് പക്ഷി വന്നടിച്ചാൽ ഉണ്ടാകുന്ന അപകടം എത്രയോ നമ്മൾ കണ്ടതാണ്. ഇപ്പം വിമാനം എന്ന ഈ ഒരു ആധുനിക ശാസ്ത്രം പറയുന്ന ആധുനിക ശാസ്ത്രത്തിൻ്റെ സംഭാവനയായ വിമാനം എന്ന് പറയുമ്പോഴും ആ വിമാനം ഇന്ന് അനുഭവിക്കുന്ന ആ അപകട സാധ്യതകൾ വാൽമീകി രാമായണം എന്ന കൃതിയിൽ വളരെ കൃത്യമായി വിവരിച്ചിരിക്കുന്നത് കാണാം. ജടായുവിൻ്റെ ആക്രമണം. അപ്പം ഇത് യഥാർത്ഥത്തിൽ നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഇത്രയും കൃത്യമായി ദീർഘവീക്ഷണത്തോടുകൂടി അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ അങ്ങേയറ്റം അറിവുള്ള ആളുകളായിരുന്നു നമ്മുടെ മഹർഷിമാർ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായി പൂർവിക കാലത്ത് തന്നെ നമ്മളോട് സംവദിക്കാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ട് രാമായണം വെറും ഒരു വാൽമീകി മഹർഷിയുടെ സ്വപ്നാടനമല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ തോന്നിയതോ മനസ്സിൽ ചിന്തിച്ചു കൂട്ടിയതോ ആയ കാര്യങ്ങൾ അദ്ദേഹം എഴുതിയുണ്ടാക്കിയ കാവ്യമല്ല. ഇതിൽ ശാസ്ത്ര സത്യങ്ങൾ തന്നെയാണ് മുഴുവനും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് കഥ പുരോഗമിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് സീത അശോകവനിയിലെത്തുന്നതാണ്. അവിടെയും അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഹേ രാമ, രാഘവ, പ്രപഞ്ചന നാഥ, എൻ്റെ കരുണാമയനായ പതി മഹാദേവ, നീ എന്നെ എങ്ങനെയാണ് ഉപേക്ഷിച്ചത്? രാക്ഷസൻ എന്നെ തട്ടിക്കൊണ്ടുവന്നിട്ടും എനിക്ക് ഒരു സഹായവുമില്ലല്ലോ. ലക്ഷ്മണ, ഞാൻ നിന്നെക്കുറിച്ച് മോശമായി സംസാരിച്ചു. ദയവായി വന്ന് എന്നെ രക്ഷിക്കൂ. എല്ലാവരുടെയും നാഥനാണ് നീ. നീ മാത്രമാണ് എനിക്ക് അഭയം. ഈ നിന്ദ്യനായ രാക്ഷസൻ കൊല്ലുന്നതിന് മുമ്പ് എന്നെ രക്ഷിക്കൂ. എന്നെക്കൊണ്ട് അവൻ ഭക്ഷണമുണ്ടാക്കും. സീത വായുരഥത്തിൽ ഈ പറയുന്ന അശോകവനിയിലേക്കുള്ള ആ യാത്രയിൽ ഇങ്ങനെയൊക്കെയായിരുന്നു ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരുന്നത്. ഈ സമയമൊക്കെ രാവണൻ അവളുടെ നിലവിളി കാരണം രഥത്തിൻ്റെ വേഗം കൂട്ടി തന്നെയാണ് അശോകവനിയിൽ അവളെ എത്തിച്ചത്. സീത വായുവിൽ നിന്ന് താഴെ നോക്കുന്ന സമയത്ത് ഒരു പർവ്വത ശിഖരത്തിലിരിക്കുന്ന വാനരന്മാരെ കാണുകയാണ്. ആ കൂട്ടത്തെ കാണുന്ന സമയത്ത് അവൾ ബുദ്ധിപരമായി തൻ്റെ ആഭരണങ്ങളിൽ ഒന്ന് അഴിച്ചു മാറ്റി തൻ്റെ ഉത്തരീയത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ വേഷത്തിൻ്റെ ഒരു ഭാഗം കീറിയതിന് ശേഷം അത് അവരിലേക്ക് അതിലൊരു കെട്ട് കെട്ടി അത് അവരിലേക്ക് ഇടുകയാണ്. അങ്ങനെ എന്നെങ്കിലും രാമൻ അന്വേഷിച്ച് വരുമ്പോൾ അതെങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് അവർ നൽകും എന്ന് പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരത് താഴേക്ക് ഇടുന്നത്.
പക്ഷെ രാവണൻ ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. രഥം താമസിയാതെ ഈ പറയുന്ന ലങ്കാ നഗരത്തിലേക്ക് എത്തുകയും അവൻ അവളെ അല്ലെങ്കിൽ അശോകവനിയിലേക്ക്, അശോകത്തിൻ്റെ ഉദ്യാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ഭയങ്കര രൂപമുള്ള രാക്ഷസ സ്ത്രീകളൊക്കെയാണ് അതിൻ്റെ പരിപാലനത്തിന് വേണ്ടി ഇരിക്കുന്നത്. സീതയെ പരിപാലിക്കാൻ രാവണൻ അവർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുന്നു. തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി സീത വസ്ത്രങ്ങൾ അഴിക്കാതെയും വസ്ത്രങ്ങൾ കഴുകാതെയും ഒക്കെ സീത അവിടെ കാലം കഴിച്ചു കൂട്ടുകയാണ്. രാമനാമം ജപിക്കുകയാണ്. ദിവസങ്ങളോളം ഒരുമിച്ച് അവൾ ഭക്ഷണം കഴിക്കുകയോ ജലപാനം ചെയ്യുകയോ ചെയ്തിരുന്നില്ല. ദുഃഖം മനുഷ്യർക്ക് ഒരു നിത്യസഖിയാണ് എന്ന് അവൾ അവിടെ വെച്ച് മനസ്സിലാക്കുകയാണ്. കാരണം ഇത്രയും മനോഹരമായ ഉദ്യാനത്തിലെത്തിയിട്ട് പോലും അവിടെ തൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ഇത്രയും പരിചാരകരുണ്ടായിരുന്നിട്ട് പോലും മനസ്സ് സ്വസ്ഥമല്ലെങ്കിൽ അത് നമ്മളെ ഒരിക്കലും രക്ഷിക്കില്ല എന്ന സത്യം അവൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യർ എന്നും ദുഃഖത്തിൻ്റെ പിടിയിൽ അകപ്പെടുന്നത് മാനസികമായ സന്തോഷത്തിൻ്റെ അഭാവത്തിലാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ സംതൃപ്തിയുടെ അഭാവമാണ്. ഇത്രയും സുഖസുന്ദരമായ ലോകത്ത്, പ്രപഞ്ചത്തിൽ, പ്രകൃതിയിൽ നമ്മൾ വന്നു ചേർന്നിട്ടും നമ്മൾക്ക് ഒരിക്കലും അതിൻ്റെ സുഖങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഐശ്വര്യങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യം നമ്മൾക്ക് വന്നു ചേരാത്തത് എന്നവൾ ആ നിമിഷം മനസ്സിലാക്കുകയാണ്. അങ്ങനെ സീത യഥാർത്ഥത്തിൽ അശോകവനത്തിൽ എത്തിച്ചേരുകയും അവിടെ സീതയുടെ ആ ധാരണ ഉറക്കുകയും ചെയ്യുകയാണ്. കാരണം യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ദുഃഖം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന ആ ഒരു നിത്യസത്യം മനസ്സിലാക്കുന്ന ഒരു നിമിഷം, തിരിച്ചറിവിൻ്റെ ഒരു നിമിഷം. തുടർന്ന് നമ്മൾ കാണുന്നത് രാമായണത്തിൽ സീതയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിക്കുന്നതാണ്. അവിടെ മാരീചനെ കൊന്ന ശേഷം, അല്ലെങ്കിൽ മാരീചനെ വധിച്ച ശേഷം ശ്രീരാമൻ ആശ്രമത്തിലേക്ക് തിരിച്ചെത്തുകയും അങ്ങനെ ലക്ഷ്മണനെ അന്വേഷിച്ച്, അതായത് പരസ്പരം രണ്ടുപേരും രണ്ട് ദിക്കിലായിട്ട് മാറ്റിയിരുന്നു മാരീചൻ. അതുകൊണ്ട് തന്നെ അതിനിടയിൽ എന്താണ് ആശ്രമത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ശ്രീരാമന് മുൻകൂട്ടി അറിയാമായിരുന്നു. അദ്ദേഹം ചിന്തിക്കുകയാണ്, പാവം ലക്ഷ്മണൻ, ഇവിടെ ഈശ്വരീയമായ ഒരു ഇടപെടൽ സംഭവിച്ചിരിക്കുന്നു. ഈശ്വരീയമായ നിയോഗങ്ങൾ അയാൾക്ക് അറിയാൻ സാധിക്കുന്നുമില്ല. രാവണൻ എൻ്റെ ഭാര്യയല്ല, യഥാർത്ഥത്തിൽ മായാസീതയെയാണ് തട്ടിക്കൊണ്ടു പോയത്. പക്ഷേ ഇപ്പോൾ അത് ആരും അറിയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എൻ്റെ അവതാര ഉദ്ദേശത്തിൽ നിന്ന് എനിക്ക് പിന്നെ മാറി നടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അഗ്നിയിൽ വിലയം പ്രാപിച്ചിരിക്കുന്ന യഥാർത്ഥ സീതയെ ആർക്കെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ? ഞാനൊരു സാധാരണ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ, പ്രകൃതത്തിൽ ദുഃഖിച്ച് സീതയെ അന്വേഷിക്കാൻ തുടങ്ങണം. അങ്ങനെ ഞാൻ ലങ്കയിലെത്തി രാവണനെ കൊന്നുകഴിഞ്ഞാൽ അഗ്നിയിൽ നിന്ന് സീതയെ വീണ്ടും വീണ്ടെടുത്ത് അയോധ്യയിലേക്ക് മടങ്ങി എൻ്റെ ശിഷ്ടജീവിതം അവിടെ താമസിക്കാം. അപ്പോൾ തൽക്കാലം ഈ ഒരു തന്ത്രം ലക്ഷ്മണനിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ തന്ത്രം ലക്ഷ്മണനിൽ നിന്ന് അദ്ദേഹം മറച്ചു വയ്ക്കുകയാണ്. അങ്ങനെ ലക്ഷ്മണൻ തൻ്റെ സമീപത്തെത്തിയപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, സീതയോടൊപ്പം ആശ്രമത്തിൽ ഇവിടെ ആരാണുള്ളത്? അല്ലെങ്കിൽ ലക്ഷ്മണ, നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ അവിടെ സീതയെ ആര് സംരക്ഷിക്കും? വല്ല അസുരന്മാരും അവളെ തട്ടിക്കൊണ്ടു പോവുകയോ ഭക്ഷണമാക്കുകയോ ചെയ്താൽ എന്തു ചെയ്യും? ഈ രാക്ഷസന്മാർക്ക് എല്ലാത്തരം ക്രൂരതകളും വിവേചനരഹിതമായി ചെയ്യുവാൻ സാധിക്കുന്ന ആളുകളാണെന്ന് അറിയാമല്ലോ. അങ്ങനെ ആശ്രമത്തിൽ നടന്ന കാര്യങ്ങൾ വളരെ സങ്കടത്തോടുകൂടി ലക്ഷ്മണൻ അസ്വസ്ഥനായിക്കൊണ്ട് അസ്വസ്ഥമായ സ്വരത്തിൽ ശ്രീരാമനോട് പറയുകയാണ്. രാക്ഷസൻ്റെ അനുകരണമായ ശബ്ദം അല്ലെങ്കിൽ ആ നിലവിളി കേട്ട് സീതാമാതാവ് അത് അങ്ങാണെന്ന്, അല്ലെങ്കിൽ അങ്ങ് ആക്രമിക്കപ്പെട്ടു എന്നും ആ നിലവിളി അങ്ങയുടേതെന്നും തെറ്റിദ്ധരിച്ച് ആ ബോധ്യത്തിൽ അങ്ങ് കുഴപ്പത്തിലാണെന്ന് കരുതി എന്നോട് അങ്ങയെ രക്ഷിക്കാൻ ആജ്ഞാപിക്കുകയും സീതയെ അവിടെ ഉപേക്ഷിച്ച് അങ്ങയെ അന്വേഷിക്കാൻ അവൾ എന്നെ നിർബന്ധിക്കുകയും
അങ്ങയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്ന് ഞാൻ മാതാവിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ സീത എന്നോട് ദേഷ്യപ്പെട്ടു. അങ്ങയോട് പറയാൻ പോലും കഴിയാത്തത്ര കഠിനമായ വാക്കുകൾ എൻ്റെ മേൽ ചൊരിഞ്ഞു, എന്നെ അധിക്ഷേപിച്ചു. ഞാൻ എൻ്റെ 2 കൈകൾ കൊണ്ട് ചെവികൾ അടച്ച് ആശ്രമം വിട്ടുപോന്നു. അവളെ വനദേവതകളുടെ കാരുണ്യത്തിനായി ഞാൻ ഏൽപ്പിച്ചു എന്ന് അസ്വസ്ഥമായി കൊണ്ട് ശ്രീരാമനോട് പറയുകയാണ്. ഓ ലക്ഷ്മണ, നീ അവളെ അവിടെ ഒറ്റയ്ക്ക് വിട്ടത് തെറ്റാണ്. നാരീജനങ്ങൾ പല കാര്യങ്ങളും പറയാറുണ്ട്. നമ്മൾക്ക് ചിലപ്പോൾ അത് ഗൗരവമായി സ്വീകരിക്കാനുള്ള പശ്ചാത്തലം അല്ല എന്ന് തോന്നിയാൽ അത് ഗൗരവമായി എടുക്കരുത്. അവർ ആശ്രമത്തിലേക്ക് 2 പേരും മടങ്ങുകയാണ്. സംശയാസ്പദമായി അവർക്ക് സീതയെ എവിടെയും കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. സീതയിൽ നിന്ന് ഒരു വേർപാടിനെ കുറിച്ച് ചിന്തിച്ച സമയത്ത് രാമൻ വിതുമ്പാൻ തുടങ്ങി. ആ സീത, അല്ലയോ ജാനകി, എൻ്റെ പ്രിയേ, എന്നെ കളിയാക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുകയാണോ? ദയവായി എന്നെ കൂടുതൽ നേരം കഷ്ടപ്പെടുത്താതെ പുറത്തേക്ക് വരൂ. അസ്വസ്ഥനായ അദ്ദേഹം തൻ്റെ സഹോദരൻ ലക്ഷ്മണനോടൊപ്പം സീതയെ അന്വേഷിച്ച് ആ കാട്ടിൽ അലയാൻ തുടങ്ങി. വള്ളിച്ചെടികളോടും കുറ്റിക്കാടുകളോടും പോലും അദ്ദേഹം തൻ്റെ പ്രിയതമയെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷികളോടും മൃഗങ്ങളോടും അദ്ദേഹം ചോദിക്കുന്നു. വൃക്ഷങ്ങളെ നോക്കി അങ്ങനെ ആ വനത്തിൽ കണ്ടുമുട്ടിയ ജീവനുള്ളതും ജീവനല്ലാത്തതുമായ എല്ലാ വസ്തുക്കളോടും അദ്ദേഹം സംസാരിക്കുകയാണ്. സമചിത്തതയും ശാന്തതയുമുള്ള മനുഷ്യനെ ഒന്നും ബാധിക്കില്ലെങ്കിലും അവനൊരു സാധാരണ മനുഷ്യനെ പോലെ ആ സമയത്ത് എല്ലാവിധ ആശങ്കകളോടും ആകുലതകളോടും സങ്കടത്തോടും ഒക്കെ പെരുമാറുകയായിരുന്നു. തൻ്റെ ജീവിത ദൗത്യം പൂർത്തിയാക്കാൻ മായയിലെ തൻ്റെ പങ്ക്, അതായത് മായാലോകത്ത് എന്താണോ ശ്രീരാമൻ ചെയ്യേണ്ടത് ആ പങ്ക് അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം യുക്തിപൂർവ്വം നിർവഹിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ. അങ്ങനെ സീതയെ അന്വേഷിച്ച് മുൻപോട്ട് നടക്കുന്ന സമയത്താണ് അവർ ആ മഹത്തരമായ ജടായുവിനെ കാണുന്നത്. ജടായുവിന് മോക്ഷം കൊടുക്കുന്ന ആ ഒരു കഥാസന്ദർഭം ഉണ്ടാവുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ശ്രീരാമൻ ലക്ഷ്മണനോടൊപ്പം സീതയെ അന്വേഷിച്ച് ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു നടക്കുമ്പോൾ അവർ പോകുന്ന വഴിക്കരികിൽ ഒരു തകർന്ന രഥം അവർ കാണുകയും രഥത്തിന് ചുറ്റും ഒരുപാട് അമ്പുകൾ ചിതറി കിടക്കുന്നത് കാണുകയും ചെയ്തു. രഥത്തിൻ്റെ ഒരുപാട് അവശിഷ്ടങ്ങളും തകർന്ന അവശിഷ്ടങ്ങളും കണ്ടു. അങ്ങനെ അവർ ധരിച്ചു രാക്ഷസൻ സീതയെ കൊണ്ടുപോകുമ്പോൾ ആരോ ആ രാക്ഷസനുമായി ഇവിടെ യുദ്ധം ചെയ്തതായി തോന്നുന്നുണ്ട്. ആ പോരാട്ടത്തിൻ്റെ അവശിഷ്ടമാണ് നമ്മളിവിടെ കാണുന്നത്. ശ്രീരാമൻ പറയുകയാണ്, അവർ മുന്നോട്ട് നടന്നപ്പോൾ ആ പാതയിൽ വീണ്ടും ഭീമാകാരമായ ഒരു മൃഗം കിടക്കുന്നത് പോലെ അവർക്ക് തോന്നി. ആദ്യം അതൊരു രാക്ഷസ രൂപനാണ് എന്ന് വിചാരിച്ചു രാമൻ. പക്ഷെ പെട്ടെന്ന് തന്നെ അത് ചിറക് അരിഞ്ഞ് കളഞ്ഞ അല്ലെങ്കിൽ മുറിച്ച് കളഞ്ഞ നിലയിൽ കിടക്കുന്ന ഒരു വലിയ ആണ് എന്ന് മനസ്സിലാക്കുന്നു. അടുത്തെത്തിയ സമയത്ത് അത് ജടായുവാണ് എന്നവർ തിരിച്ചറിയുന്നു. വളരെ ദയനീയമായ സ്വരത്തിൽ ജടായു പറയുകയാണ്, ലങ്കയിലേക്കുള്ള വഴിയിൽ രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുന്ന രഥം പോകുന്നത് കണ്ടപ്പോൾ ഞാൻ അവനെ നേരിട്ടു. അവനെ ആക്രമിച്ച് അവൻ്റെ രഥം തകർത്തു. അവൻ കോപാകുലനായി തൻ്റെ ദിവ്യ അസ്ത്രമായ ചന്ദ്രഹാസം എനിക്ക് നേർ പ്രയോഗിച്ചു. എൻ്റെ ചിറകുകൾ മുറിഞ്ഞു ഞാൻ നിലത്തു വീണു. പക്ഷേ ആ സമയത്തും മാതാവായ സീത എന്നെ അനുഗ്രഹിച്ചു. ഞാൻ അങ്ങയെ കാണുന്നത് വരെ ഞാൻ അന്ത്യശ്വാസം വലിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങ് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരിക്കാൻ ദയവായി അങ്ങയുടെ അനുഗ്രഹങ്ങൾ എനിക്ക് മേൽ ചൊരിയുക എന്ന് പറയും. ഇത് കേട്ട് ശ്രീരാമൻ ജടായുവിൻ്റെ അടുത്തിരുന്ന് അവനെ സ്നേഹപൂർവ്വം തഴുകുകയാണ്. രാവണൻ സീതയെ തെക്കോട്ട് ലങ്കയിലേക്ക് കൊണ്ടുപോയി എന്ന് ജടായു അതിൻ്റെ വിശദ അംശങ്ങളൊക്കെ ശ്രീരാമനോട് പറയുകയും ചെയ്തു. എൻ്റെ ആയുസ് എത്തി, എൻ്റെ സമയം കഴിഞ്ഞു. അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയെ നോക്കി ഈ ലോകം വിട്ടു പോകാൻ എന്നെ അനുവദിക്കണം. അങ്ങനെ രാവണനെ ഉന്മൂലനം ചെയ്യാൻ ശരിക്കും അവതരിച്ച ദേവനാണ്, രാമനായി അവതരിച്ച ഭഗവാൻ വിഷ്ണുവാണ് അങ്ങ് എന്നെനിക്കറിയാം. അങ്ങയുടെ കൃപയാൽ ജനന മരണ ചക്രത്തിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കുമെന്ന് ഉറപ്പുണ്ട്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അന്ത്യശ്വാസം വലിക്കുകയാണ്. തൻ്റെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ ഒരു
ശവസംസ്കാര ചിത ഒരുക്കാൻ വേണ്ടി, അതായത് ജടായുവിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ഒരു ശവസംസ്കാര ചിത ഒരുക്കാൻ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുകയാണ്. സഹോദരന്മാർ അവരുടെ പിതാവായ ദശരഥൻ്റെ സുഹൃത്തായ ആ മഹാ ജടായുവിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുകയും ആ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ട സംസ്കാരത്തിന് വേണ്ട സാമഗ്രികളൊക്കെ വനത്തിൽ നിന്ന് ശേഖരിച്ച ശേഷം അദ്ദേഹത്തിന് ബലിയും അർപ്പിക്കുന്നു. അങ്ങനെ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ വിഷ്ണു ലോകത്തേക്ക് യാത്രയാക്കുകയും ചെയ്യുന്നു. തുടർന്ന് ജടായു വിഷ്ണുവിൻ്റെ സന്തത സഹചാരിയായി ഭഗവാൻ വിഷ്ണുവിൻ്റെ മനുഷ്യരൂപമായ ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം മനോഹരമായ ഒരു സ്തുതിഗീതം ആലപിക്കുന്നുണ്ട് രാമായണത്തിൽ. അതാണ് ജടായു സ്തുതി. വളരെ ഗാംഭീര്യം നിറഞ്ഞ ഒരു സ്തുതിയാണ്, ഭക്തി നിർഭരമായ സ്തുതി. രാമന് നമസ്കാരം, ആദിയും അന്തവുമില്ലാത്ത ഭഗവാന് നമസ്കാരം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ആ സ്തുതി. എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആ സർവജ്ഞനും സർവശക്തനും സർവസാക്ഷിയുമായ ആ ബോധമായ പരമാത്മാവല്ലാതെ മറ്റൊന്നുമല്ല, ആ പ്രപഞ്ചനാഥനാണ് ശ്രീരാമൻ എന്നൊക്കെ പറയുന്ന ആ ശ്രീരാമന് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്ലോകം വളരെ പ്രശസ്തമാണ്. ഇനി കഥ പുരോഗമിക്കുന്ന സമയത്താണ് സീതയുടെ അന്വേഷണത്തിൻ്റെ ആ യാത്രയിൽ രാമൻ്റെ യഥാർത്ഥ അയനം തുടങ്ങുന്നത് അവിടെയാണ്. ആ യാത്രയിൽ പിന്നെ അവർ കബന്ധന് മോക്ഷം കൊടുക്കുന്ന സന്ദർഭത്തിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ വീണ്ടും ശ്രീരാമൻ ലക്ഷ്മണനോടൊപ്പം സീതയെ എല്ലായിടത്തും അന്വേഷിച്ചുകൊണ്ട് വനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് അവരുടെ മുമ്പിൽ ശിരസില്ലാത്ത, എന്നാൽ 1000 കാതങ്ങൾ യോജന നീളമുള്ള കൈകളുള്ള ഒരു ഭയങ്കര മൃഗസ്വരൂപത്തെ അവർ കാണുകയാണ്. അതിന് ശിരസുമില്ല, അതുപോലെ തന്നെ കണ്ണുകളും ഒന്നും കാണാനില്ല. പക്ഷേ അവൻ്റെ നെഞ്ചിൻ്റെ സ്ഥലത്ത് വായ, ഒരു നെഞ്ചിൻ്റെ സ്ഥലത്താണ് അവനെ ഭക്ഷിക്കാനുള്ള വായ, ഒരു വലിയ ദ്വാരം. അങ്ങനെ ഒരു ഭീവത്സമായ രൂപം. അവരെ ജീവനോടെ ഭക്ഷിക്കാൻ എന്ന പോലെ ആ രൂപം അവരുടെ നേരെ പാഞ്ഞടുക്കുകയാണ്. ആദ്യം അവർ ഭയപ്പെട്ടെങ്കിലും ആ 2 കൈകൾ ആദ്യം മുറിച്ചു മാറ്റി ആ മൃഗത്തെ അവർ നേരിടാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ശ്രീരാമൻ അവൻ്റെ വലത് കൈയും ഇടത് കൈയും മുറിച്ചു മാറ്റുകയാണ്. ആ സമയത്ത് ആ ഭയാനകമായ മൃഗരൂപം അവരോട് ചോദിക്കുകയാണ്, അവർ ആരാണെന്നും എന്തിനാണ് ഈ കാട്ടിൽ അലഞ്ഞു നടക്കുന്നതൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീരാമൻ തൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ, രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തെക്കുറിച്ചൊക്കെ അവനോട് പറയുകയാണ്. മറ്റു ജീവികളെ ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഞങ്ങൾ അങ്ങയുടെ കൈകൾ മുറിച്ചു. ഇപ്പോൾ അങ്ങ് ആരാണെന്ന് ഞങ്ങളോട് പറയൂ. എന്തിനാണ് ഈ ഭയാനകമായ രൂപത്തിൽ അങ്ങ് വസിക്കുന്നതെന്നും ഞങ്ങളോട് പറയൂ എന്ന് തിരിച്ച് രാമനും ആ മൃഗസ്വരൂപത്തോട് പറയുകയാണ്. അങ്ങനെ കബന്ധൻ മറുപടി പറയുകയാണ്, ഞാൻ യഥാർത്ഥത്തിൽ ദേവലോകത്ത് വസിച്ചിരുന്ന ഒരു പുണ്യാത്മാവാണ്. എൻ്റെ കളിയാട്ടം കൊണ്ടും വിവേകശൂന്യതയും കാരണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതം, കളിയായ എൻ്റെ ജീവിത കാരണം കൊണ്ടും വിവേകശൂന്യതയും കാരണം ഞാൻ അഷ്ടാവക്ര മഹർഷിയെ കളിയാക്കുകയുണ്ടായി. ഒടുവിൽ ഭൂമിയിൽ ഈ ജീവിതം സ്വീകരിക്കാൻ അദ്ദേഹത്തിൽ നിന്ന് ശാപം സ്വീകരിക്കേണ്ട അവസ്ഥയെ എത്തിച്ചേർന്നു. അങ്ങനെയാണ് കാട്ടിൽ വെച്ച് അങ്ങയെ കണ്ടുമുട്ടുന്നതും അങ്ങനെ എൻ്റെ മോചനത്തിലേക്കുള്ള വഴി തെളിയുന്നതും. അങ്ങനെ സീതയെ അന്വേഷിച്ച് രാമൻ ഈ കാട്ടിൽ വന്ന് എൻ്റെ കൈകൾ വെട്ടിക്കളഞ്ഞാൽ ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളും, അല്ലെങ്കിൽ എല്ലാ പാപങ്ങളിൽ നിന്നും ഞാൻ മോചിതനാകുമെന്ന് ശാപം ചൊരിഞ്ഞ അഷ്ടാവക്രൻ പറഞ്ഞിരുന്നു. അപ്പം ഇന്ദ്രനുമായി യുദ്ധം ചെയ്തപ്പോഴാണ് എനിക്ക് കബന്ധൻ എന്ന നിലയിൽ ഈ ഭയാനകമായ രൂപം ലഭിച്ചത്. അദ്ദേഹം ഒരു നല്ല യോദ്ധാവായിരുന്നു. എൻ്റെ തല വെട്ടിമാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷേ മുനിയുടെ ശാപം കാരണം നിങ്ങൾ കാട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത് വരെ ഞാൻ ജീവിക്കേണ്ടി വന്നതിനാൽ എന്നെ കൊല്ലാൻ കഴിഞ്ഞില്ല. അദ്ദേഹം എൻ്റെ ശിരസ് എടുത്ത് എൻ്റെ ശരീരം തള്ളിയിട്ടു. അങ്ങനെയാണ് എനിക്ക് ഈ രൂപം ലഭിച്ചത്. എൻ്റെ കൈകൾ ഒരു യോജനയോളം, കാതങ്ങളോളം നീളമുള്ളതായിരുന്നു. എൻ്റെ കയ്യിലുള്ള എല്ലാ ജീവികളും എൻ്റെ ഭക്ഷണമായി. എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ നിങ്ങൾ ദയവുള്ളവരാണെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങയോട് പറയാം. അങ്ങനെ രാമൻ അദ്ദേഹത്തിന് വേണ്ട ശവസംസ്കാര ചടങ്ങുകളൊക്കെ ചെയ്യാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ കബന്ധന് വേണ്ടി ഒരു ശവസംസ്കാര ചിത ഒരുക്കി
അവർ ആ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ ഒരു ഗന്ധർവൻ, അതായത് കബന്ധൻ്റെ യഥാർത്ഥ രൂപം, ആ അഗ്നിപ്രവേശം, അദ്ദേഹത്തിൻ്റെ ശരീരം അഗ്നിപ്രവേശം ചെയ്യുമ്പോഴാണ് ഒരു ഗന്ധർവ രൂപം ഉയർന്നു വരുന്നത്. അങ്ങനെ ആ ഗന്ധർവ രൂപം ശ്രീരാമൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിക്കുകയും മനോഹരമായ ഒരു സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൈകൾ കൂപ്പി ഈശ്വരൻ്റെ വഴികൾ മനസ്സിലാക്കാൻ അസാധ്യമാണെന്ന് ഭഗവാൻ വിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. വിരാട് പുരുഷൻ എന്ന നിലയിൽ ഭഗവാന്റെ സദ്ഗുണത്തെ അദ്ദേഹം തുടർന്നും പ്രകീർത്തിച്ചു കൊണ്ടിരുന്നു. ശ്രീരാമൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും അദ്ദേഹം ശ്രീരാമ ഭഗവാനോട് പറയുകയാണ്, അങ്ങ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ പുണ്യവതിയായ ശബരി താമസിക്കുന്ന മാതംഗ ആശ്രമം കാണാം. അവൾ ഭഗവാന്റെ ഒരു കടുത്ത ഭക്തയാണ്. സീതയെ കണ്ടെത്താൻ ആ അമ്മ താങ്കളെ സഹായിക്കും എന്ന് പറയുകയാണ്. അങ്ങനെയാണ് ഈ കഥ, ഈ ഒരു കഥാഭാഗം, അതായത് കബന്ധൻ്റെ മോക്ഷം എന്ന ഭാഗം രാമായണത്തിൽ പൂർത്തിയാവുന്നത്. അടുത്ത ഭാഗം നമ്മൾ കാണുന്നത് ശബരിയെ തേടി ശ്രീരാമൻ പോകുന്നതാണ്. അതായത് ശബരിയുടെ ആശ്രമത്തിലേക്ക് ശ്രീരാമൻ്റെ ഗമനമാണ്. അങ്ങനെ കബന്ധൻ ഗന്ധർവനായ രൂപം പ്രാപിച്ച് സ്വർഗത്തിലേക്ക്, ദേവലോകത്തിന് മടങ്ങിയ ശേഷം ശ്രീരാമനും ലക്ഷ്മണനും ശബരിയുടെ ആശ്രമം ലക്ഷ്യമാക്കി അവിടുന്ന് യാത്ര പോവുകയാണ്. ആശ്രമത്തിലെ സ്ത്രീയായ ശബരി വിശിഷ്ടാതിഥികളെ കണ്ട് വളരെ ആവേശഭരിതയായി എല്ലാം മറന്ന് അവൾ രാമൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു, ആനന്ദ കണ്ണീർ പൊഴിച്ചു. അവർക്ക് പഴങ്ങളും വേരുകളും ഈ പറയുന്ന ജലവും ഒക്കെ ഭക്ഷിക്കാൻ നൽകുന്നു. വിശിഷ്ടാതിഥികൾക്ക് ആചാരപരമായ സ്വീകരണങ്ങളൊക്കെ നൽകി രാജകുമാരന്മാർ ആ സ്വീകരണം ആസ്വദിച്ചപ്പോൾ ശബരി ഇരുവരെയും കണ്ടുമുട്ടിയതിലുള്ള സന്തോഷം അവരോട് പ്രകടിപ്പിക്കുകയാണ്. തൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ശബരി അവരോട് പറഞ്ഞു. 1000 വർഷമായി ഞാനിവിടെ ഋഷിമാരുടെ സേവനത്തിലായിരുന്നു. അവരെന്നിൽ സന്തുഷ്ടരായി. ശ്രീരാമനും ലക്ഷ്മണനും എന്നെ കാണാൻ വരുന്നതുവരെ ഇവിടെ ആശ്രമത്തിൽ തുടരാൻ എന്നെ അവരനുഗ്രഹിച്ചു. ശ്രീരാമൻ്റെ ദർശനം ലഭിച്ചതിന് ശേഷം താങ്കൾക്ക് താങ്കളുടെ ശരീരം ഉപേക്ഷിച്ച് ബ്രഹ്മലോകത്തെത്താം എന്നവരെനിക്ക് ഉറപ്പ് നൽകി. ഇത്രയും വർഷങ്ങളായി ഞാൻ അങ്ങയെ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ അങ്ങയുടെ ആ പത്മപാദങ്ങൾ കാണുവാനും അത് പൂജിക്കാൻ ഉള്ള മഹാഭാഗ്യം എനിക്ക് വന്നു ചേർന്നു. ഞാൻ വിദ്യാഭ്യാസമില്ലാത്തവളാണെങ്കിലും താഴ്ന്ന തരത്തിലുള്ള ജീവിതം ജീവിക്കുന്നവളാണെങ്കിലും സമർത്ഥരായ യോഗികൾ പോലും അവരെ പരിചരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. പക്ഷേ ആ യോഗികൾക്കൊന്നും ലഭിക്കാൻ ഇടയില്ലാത്ത, അല്ലെങ്കിൽ ലഭിക്കാത്ത ഭാഗ്യം ആണല്ലോ എനിക്ക് ലഭിച്ചത്. അവരൊന്നും എന്നെ പോലെ ഭാഗ്യവാന്മാരല്ല. അങ്ങനെ രാമനെ സ്തുതിച്ചുകൊണ്ട്, അല്ലെങ്കിൽ രാമനോട് അവരുടെ സന്തോഷം അവർ പറയുകയാണ്. ശബരി ആശ്രമേ ഗമിച്ച രാമനോട് അവരുടെ മനസ്സിൻ്റെ സന്തോഷം, 1000 വർഷങ്ങളോളം കാത്തുനിന്ന് കണ്ട ആ പുണ്യദർശനത്തെ കുറിച്ച് അവർ വാതോരാതെ പറയുകയാണ്. സ്തുതിഗീതങ്ങൾ ഉപയോഗിച്ചിട്ടും എങ്ങനെ സ്തുതിക്കണമെന്ന് അവർക്ക് അറിയില്ല എന്നുകൂടെ രാമനോട് അവർ പറഞ്ഞു വയ്ക്കുകയാണ്. ഇത് കേട്ട് ഭഗവാൻ ശ്രീരാമൻ ശബരിയെ ആശ്വസിപ്പിക്കുകയാണ്. എനിക്ക് പുരുഷന്മാർ, സ്ത്രീകൾ, മൃഗങ്ങൾ, അവരുടെ ജാതികൾ എന്നിങ്ങനെ യാതൊരു വിവേചനവുമില്ല. അവരുടെ ഭക്തിയിൽ മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. മോചനം നേടാനുള്ള ഏകമാർഗം അത് ഭക്തി മാത്രമാണ്. തീർത്ഥാടനം, ക്ഷേത്രം സന്ദർശിക്കൽ, യാഗങ്ങൾ അർപ്പിക്കൽ തുടങ്ങിയവയ്ക്ക് നല്ലതാണ്. പക്ഷേ അവർ ഏകദർശനത്തോടെ എന്നിൽ സമർപ്പിതരാണെങ്കിൽ മാത്രമേ ഏവർക്കും എന്നെ കാണാൻ, അല്ലെങ്കിൽ എന്നെ അനുഭവിക്കാൻ സാധിക്കൂ. ഭക്തി വളർത്തിയെടുക്കാൻ ഒരാൾ കുലീനരായ ആളുകളുടെ കൂട്ടായ്മ കെട്ടിപ്പടുക്കണം. സത്സംഗം അത് ആദ്യത്തെ ആവശ്യകതയാണ് ഈ മാർഗത്തിലെ. രണ്ടാമത്തേത് ഭഗവത് കഥകൾ പറയുകയും ഭഗവത് മഹത്വങ്ങൾ ആലപിക്കുകയും പാടുകയും ചെയ്യുക എന്നതാണ്. മൂന്നാമത്തേത് ഭഗവത് ഗുണങ്ങളുമായി, അല്ലെങ്കിൽ എൻ്റെ ഗുണങ്ങളുമായി സ്വയം തിരിച്ചറിയുക. നാലാമത്തേത് ഭഗവത് വാക്കുകൾ, അതായത് ഈശ്വരീയമായ ശ്രുതികൾ പിന്തുടരുക. അഞ്ചാമത്തേത് ഗുരുക്കന്മാരെ സേവിച്ചുകൊണ്ട് ഭഗവാന്റെ ആചരണങ്ങൾ പിന്തുടരുക എന്നതാണ്. ആറാമത്തേത് യമനിയമം മുതലായവയുടെ വേദോപദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു കുലീനമായ ജീവിതം നയിക്കുക. ഏഴാമത്തേത് എന്നെ സ്രഷ്ടാവായി കരുതിക്കൊണ്ട് ധ്യാനിക്കുകയും താങ്കളുടെ ഗുരു താങ്കൾക്ക് നിർദ്ദേശിച്ച മന്ത്രം ജപിക്കുകയും ചെയ്യുക എന്നതാണ്. എട്ടാമത്തെ പടിയായി
അങ്ങേക്ക് ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളോടും അനുകമ്പ വളർത്തിയെടുക്കുകയും അവയിലെല്ലാം എന്നെ ദർശിക്കുകയും ചെയ്യുക. എന്നെ ഭജിക്കുന്നവരോട്, എൻ്റെ ഭക്തരോട് എല്ലായ്പ്പോഴും ആത്യന്തികമായ ബഹുമാനം വളർത്തിയെടുക്കുക. ലൗകികമായ സമ്പത്തുകളോട് നിസ്സംഗത വളർത്തിയെടുക്കുകയും ചെയ്യുക. 9ാമത്തെ പടിയായി പറയുന്നത് ആ അറിവിനെ ഉറപ്പിക്കുക. പ്രപഞ്ചത്തിൻ്റെ ആത്മാവായ പരമാത്മാവ് ഞാനാണെന്നും അത് യഥാർത്ഥത്തിൽ വ്യക്തിയുടെ ആത്മാവായ ആത്മാവാണെന്നും മനസ്സിലാക്കാൻ മനസ്സിനെ സജ്ജമാക്കുക. ഭക്തി വളർത്തിയെടുക്കാനുള്ള 9 വഴികൾ ഇവിടെ ശ്രീരാമൻ ശബരിക്ക് ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ഈശ്വരീയമായ യാത്രയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവേണ്ട ഗുണങ്ങൾ, ദ 9 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സാണ് യഥാർത്ഥത്തിൽ ശബരിക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ 9 സ്റ്റെപ്സ് ഏതൊരു മനുഷ്യൻ്റെയും സ്പിരിച്വൽ ജേണിയിൽ മസ്റ്റാണ്. അതുകൊണ്ടാണ് ജീവാത്മാവ് ശബരിക്ക്, ജീവാത്മാവായ ശ്രീരാമൻ ഈ ഉപദേശം ശബരിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഇത് നമ്മുടെ 9 വഴികളിലൂടെ സഞ്ചരിച്ചാൽ മൃഗങ്ങൾക്കും മനുഷ്യർക്കും ബുദ്ധിശക്തി കുറഞ്ഞ ആളുകൾക്ക് പോലും അവരിൽ ഭക്തി വികസിപ്പിക്കാൻ സാധിക്കും. അവർ ഭക്തി വളർത്തിയെടുക്കുമ്പോൾ അവർക്ക് ആനന്ദകരമായ സംതൃപ്തി അനുഭവപ്പെടും. അത് അവർക്ക് മോചനത്തിലേക്ക് അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് അവരെ നയിക്കും. മനുഷ്യർ പിന്തുടരേണ്ട ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായ പാതയാണിത്. ഭക്തി തീർച്ചയായും മോചനത്തിന് വേണ്ടിയുള്ള നമ്മുടെ ആത്മാവിൻ്റെ ആഹ്വാനമാണ്. എല്ലാത്തിലും മികച്ച മാതൃകയാണ് താങ്കൾ. ഞങ്ങളെ ദർശിക്കാൻ സാധിച്ചത് തന്നെ താങ്കളുടെ കളങ്കമില്ലാത്ത ഭക്തിയാണ്. താങ്കളുടെ മോചനത്തിൻ്റെ സമയം വന്നിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യാർത്ഥം സീതാമാതാവ് അല്ലെങ്കിൽ സീതാദേവി എവിടെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സീതയെ എവിടെ കണ്ടെത്താം എന്ന് താങ്കൾ ദയവായി ഞങ്ങളെ ഉപദേശിച്ചാലും എന്ന് ശബരിയോട് ഭഗവാൻ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ഭാഗത്തൊക്കെ നമ്മൾ കാണേണ്ടത് രാമായണത്തിലെ ഒരുപാട് തത്വങ്ങൾ നമ്മളിലേക്ക് വരുന്ന ആരണ്യകാന്ഡം നമ്മൾ വിചിന്തനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇനി ഈ കാണ്ഡം അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ശബരി മറുപടി പറയുന്നു, നീ സർവജ്ഞനാണ്, നിനക്ക് ഇതിനകം അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ നല്ല പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. സീതാദേവി ലങ്കയിൽ ദുഃഖിതയായി വസിക്കുന്നു. എപ്പോഴും രാമനെക്കുറിച്ച് ചിന്തിക്കുകയും നാമം ജപിക്കുകയും ചെയ്യുന്നു. ലങ്കയിലെ അസുര രാജാവായ രാവണനാണ് സീതയെ തട്ടിക്കൊണ്ടുപോയത്. എൻ്റെ ദിവ്യദർശനത്തിലൂടെ അവരെ ശ്രീ മഹാലക്ഷ്മി അല്ലാതെ മറ്റാരുമായി എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അങ്ങ് തെക്കോട്ട് നടക്കുമ്പോൾ പമ്പ എന്ന മനോഹരമായ ഒരു നദി കാണാം. പമ്പയ്ക്ക് സമീപം വാനര രാജാവായ സുഗ്രീവൻ വസിക്കുന്ന ഋക്ഷ്യമൂക പർവ്വതമുണ്ട്. സഹോദരൻ ബാലി തൻ്റെ ജീവൻ അപഹരിക്കുമെന്ന് ഭയന്ന് വനവാസത്തിൽ കഴിയുന്ന തൻ്റെ 4 മന്ത്രിമാരോടൊപ്പം അവൻ അവിടെയുണ്ട്. ശാപം കാരണം ബാലിക്ക് പർവ്വതത്തിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങ് പോയി സുഗ്രീവനെ കാണുകയും അവനുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്യുക. ഇത് അങ്ങേക്ക് സീതാദേവിയെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു മാർഗമാണ്. അങ്ങനെ ആ മായയുടെ ബന്ധനങ്ങളിൽ നിന്ന്, ലൗകികമായ ബന്ധനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശബരി അവിടെ മോക്ഷത്തിന് വേണ്ടിയുള്ള അപേക്ഷ ശ്രീരാമൻ്റെ മുമ്പിൽ വയ്ക്കുകയും അങ്ങനെ ശ്രീരാമൻ പ്രസാദിച്ചതിനെ തുടർന്ന് ശബരിക്ക് മോക്ഷം ഉണ്ടാവുകയും ചെയ്യുകയാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. അപ്പം ഇതോടുകൂടി യഥാർത്ഥത്തിൽ പാർവതിയോട് പരമേശ്വരൻ പറയുന്ന ആ രാമായണ കഥയിലെ ആരണ്യകാന്ഡം സമാപിക്കുകയാണ്. അപ്പം ഇന്ന് ഈ ഒരു എപ്പിസോഡ് നമ്മൾക്ക് ഈ ഒരു കാണ്ഡത്തിൻ്റെ അവസാനത്തിൽ നിർത്താം. അതിനുശേഷം അടുത്ത കാണ്ഡത്തിലേക്ക് നമ്മൾക്ക് കടക്കാം. ഇത്രയും നേരം എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്നും പറയാറുള്ളത് പോലെ തന്നെ ഇങ്ങനെയുള്ള കഥകൾ പരമാവധി നമ്മൾ ആളുകളിലേക്ക് എത്തിക്കണം. കാരണം ഇത് വെറും ഒരു കഥയല്ല. വാൽമീകി രാമായണം സ്വന്തം ആത്മാവിൻ്റെ അയനമാണ്. രാമായണം എന്നത് ആത്മാവിൻ്റെ അയനമാണ്. അതുകൊണ്ട് തന്നെ ഈ ആത്മായനത്തിൻ്റെ ഭാഗമായി നമ്മൾ വളരെ 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 ശ്രദ്ധയോടുകൂടി ജീവിതത്തിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ എല്ലാവരിലും ഈ വിദ്യകൾ എത്തട്ടെ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. യതീശ ചെയ്യുന്ന അതേ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ നിങ്ങളും ഈ ഒരു യാത്രയിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം.